അദ്ദേഹത്തിന് മനസ്സിലാവണില്ല എന്താ പറയണത് എന്ന്. ഉടനെ പറഞ്ഞു, ഞാൻ ലോകം കീഴടക്കാൻ വന്ന ചക്രവർത്തിയാണെന്ന്. ഉടനെ പറഞ്ഞു, ലോകം പോട്ടെ, രോഗത്തെ ഒന്ന് കീഴടക്കിക്കോളൂ, അത് നിന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നിമിഷം ഉണ്ടല്ലോ, അലക്സാണ്ടർ തിരിച്ചറിഞ്ഞു എന്നാണ്, തന്നെ വലിയൊരു രോഗം പിടിച്ചു വിഴുങ്ങുന്നത് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിനൊരു പ്രത്യേക അസുഖം ഉണ്ടായിരുന്നു അത്രേ. ഇത് ഈ മഹാത്മാവിന് അവിടെ കടന്നുകൊണ്ട് അറിയാൻ സാധിക്കുന്നെങ്കിൽ അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് മനസ്സിലായി. ഉടനെ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, എങ്ങനെയാണ് എൻ്റെ രോഗത്തെ ഞാൻ കീഴ്പ്പെടുത്തുക എന്ന്. ഉടനെ പറഞ്ഞു, അപ്പുറത്ത് കടന്നോളൂ എന്ന്. കേമായില്ലേ, അപ്പുറത്ത് കടന്നോളൂ എന്ന്. അലക്സാണ്ടർ പറഞ്ഞു, വസ്ത്രമില്ലാതെയോ എന്ന്. ഉടുത്താലും ഉടുത്തില്ല, എനിക്ക് വിരോധമില്ല, അങ്ങനെ അപ്പുറത്ത് കടന്നോളൂ, അല്ല എനിക്ക് ലോകം പോയി മരിച്ചോളൂ. അലക്സാണ്ടർക്ക് മനസ്സിലായി എന്തോ കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നീട് അലക്സാണ്ടർക്ക് യുദ്ധം ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം ഏറെക്കുറെ ഭാരതത്തിൻ്റെ മധ്യമാകുമ്പോഴേക്കും അദ്ദേഹത്തിന് അസുഖം കൂടിയിട്ട് തിരിച്ചു പോവുകയാണ് അദ്ദേഹം. പക്ഷേ അഫ്ഗാനിസ്ഥാനൊക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും ജ്വരം കൂടി അദ്ദേഹം തളർന്നു. അപ്പോഴാണ് അദ്ദേഹം മന്ത്രിയോട് പറയുന്നത്, മരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന്. എന്താണത്രേ, ശവത്തിൻ്റെ ആ ശവപ്പെട്ടിയുടെ 2 ഭാഗത്തും 2 ദ്വാരങ്ങൾ ഇട്ടുകൊണ്ട് എൻ്റെ കൈ രണ്ടും പുറത്തേക്ക് വെച്ച് കൊണ്ടുപോകണം, ഡെഡ് ബോഡി കൊണ്ടുപോകാൻ. അപ്പം അതെന്തിനാണത്രേ, അടുത്ത തലമുറകൾ അറിയണം ഈ അലക്സാണ്ടർ ചക്രവർത്തി, ലോകം കീഴടക്കാൻ വന്ന അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും കൊണ്ടുപോയിട്ടില്ല, ആർക്കും ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ സാധ്യത. അദ്ദേഹത്തിന് ആ തിരിച്ചറിവ് അവസാന നിമിഷത്തേക്ക് വന്നു. അപ്പോൾ ലോകവും കീഴടക്കാൻ പറ്റിയില്ല, രോഗവും കീഴടക്കാൻ പറ്റിയില്ല. ഇതൊക്കെ നമുക്ക് കീഴടക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. മനുഷ്യ മനസ്സിനെ സംബന്ധിച്ച് രോഗം ശരീരത്തിനാണെങ്കിൽ മനസ്സിനെ ആരിലേക്ക് തിരിക്കാൻ പറ്റും? അതല്ലേ ഭട്ടതിരിപ്പാടൊക്കെ പറയുന്നത് അല്ലേ? അദ്ദേഹം വാതരോഗത്തിൽ തളർന്ന് ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെച്ച് നാരായണീയം മുഴുവൻ രചിച്ചുകൊണ്ട് അവസാനം പറയുന്നത്, നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണകാരുണ്യ സിന്ധോ ഹൃത്വാ നിശേഷതാപൻ അതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മി. പരമാനന്ദ സന്തോഷത്തിലേക്ക് മനസ്സിനെ തിരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോ ജീവിതം എന്ന് പറയുന്നത് മനസ്സ് ഏത് ഡയറക്ഷനിലേക്ക് വെക്കുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും. അത് കേവലം കാമങ്ങളിലേക്ക്, മോഹങ്ങളിലേക്ക്, അമിത ആഗ്രഹങ്ങളിലേക്ക് വെച്ചു കഴിഞ്ഞാൽ അത് ഉയരുന്നതിന് പകരം താഴും. നോക്കൂ, നിങ്ങൾ പാശ്ചാത്യരെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ദ എമൗണ്ട് ഓഫ് ഹാപ്പിനെസ് അവർക്കൊന്ന് കൂടുതലാണെന്ന് അവർ വെച്ചിരിക്കുന്നത്. എല്ലാ ഫെസിലിറ്റികളും കൂടുന്തോറും എല്ലാവിധ ഇൻസെക്യൂരിറ്റിയും കൂടിക്കൂടി വരികയാണ്. അവർക്ക് കൂടുതൽ നമ്മളെക്കാളും ഭയം കൂടുതലാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എത്രയൊക്കെ ബോംബ് സ്ഫോടനങ്ങൾ നടന്നാലും ഭയം അത്രയൊന്നും നമ്മളെ പിടികൂടിയിട്ടില്ല. ഉണ്ടോ? നമ്മുടെ ഇന്ത്യയെ പോലെ അൺസേഫ് ആയിട്ടുള്ള സ്ഥലം ലോകത്തിലില്ല. എവിടെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ കൊണ്ടുവയ്ക്കാം. അപ്പൊ ഇവിടെയൊക്കെ പാറാവുകാരെ വെച്ചിട്ട് എന്നിട്ട് കൊണ്ടുവരാൻ പറ്റില്ല തോന്നുന്നുണ്ടോ? അവരെന്നെ വഴി കൊടുക്കും. ഇതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എത്തിക്കാൻ ഇന്ന് നമ്മുടെ സംവിധാനത്തിലൂടെ സാധിക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമുക്ക് യാത്ര ചെയ്യുന്ന എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, എവിടെയാണ് എന്ത് സുരക്ഷിതത്വമാണ് ഈ പറയുന്നിടത്തൊക്കെ ഉള്ളത് എന്നുള്ളത്. മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ നോക്കൂ, എന്നിട്ടും ഇവിടെ ആളുകൾക്ക് നല്ല ധൈര്യമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്കാലം മുതലേ കുറേയൊക്കെ ഒരു മാനസികമായി കുറച്ചൊരു ശക്തിയും ധൈര്യമൊക്കെ ഉള്ളൊരു സംസ്കാരത്തിൽ ജനിച്ചത് കൊണ്ടുണ്ടല്ലോ, അത് കുറേയൊക്കെ ഒരു ഫലം നമുക്ക് തരുന്നുണ്ട്. അത്ര ഇൻസെക്യൂരിറ്റി നമുക്ക് വന്നിട്ടില്ല. ഉണ്ടോ? നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു മഹത്വമാണത്. ഏതായാലും ഇന്ന് പക്ഷേ നമുക്കതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് അത് കിട്ടിയിട്ടില്ല. അത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, കൂടുതൽ ടെൻഷനും ഡിപ്രഷനും എല്ലാം കൂടിക്കൂടി വരികയാണ് അവർക്ക്. ഇതിൽ നിന്നൊക്കെ പുറത്തു വരുത്താൻ ആത്മീയമായ ചിന്തകളിലൂടെ സാധിക്കും എന്നതിൽ യാതൊരു തർക്കമില്ല. ഏതായാലും ഇപ്രകാരം പറഞ്ഞ് താടകയെ വധിച്ചു. അതിനുശേഷം പിന്നീട് അവര് പോവുകയാണ് ഇയാളുടെ യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ യാഗരക്ഷയ്ക്ക് ശ്രീരാമസ്വാമി ലക്ഷ്മണനും കാവല് നിൽക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രിയിലുണ്ട് അജാനബാഹുവായിരിക്കുന്ന ഒരു രാക്ഷസൻ യാഗത്തെ കലക്കാനായിട്ട് വരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പേരായിരുന്നു സുബാഹു. എന്തൊക്കെയോ പോത്തിന്റെ മൃഗങ്ങളുടെയൊക്കെ തലയൊക്കെ കൊണ്ടുവന്ന് യാഗ അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞ് യാഗത്തെ നശിപ്പിക്കലാണ്. അപ്പോഴേക്കും ശ്രീരാമസ്വാമി അമ്പെടുത്തു, അദ്ദേഹത്തിന്റെ മാറിലേക്ക് നോക്കി അമ്പ് ചെയ്ത് കൊന്നു. അപ്പോൾ ആ സമയത്ത് ഒരു നിമിഷം കൊണ്ട് മറ്റൊരാൾ കാടുകുലുക്കി വരുന്നു. ശ്രീരാമസ്വാമിക്ക് മനസ്സിലായി ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ആരോ ആണെന്ന്. മാരീചൻ എന്ന് പറയുന്ന അവന്റെ സഹോദരൻ വരുന്നു. യാഗത്തെ തകർക്കാനായി ശ്രീരാമസ്വാമിയുടെ നേരെ ചീറിപ്പാഞ്ഞെടുക്കുമ്പോൾ മറ്റൊരു അസ്ത്രം ശ്രീരാമസ്വാമി കാണിച്ചു കൊടുക്കുന്നു. ആ അസ്ത്രം ലക്ഷ്യമാക്കുമ്പോഴേക്കും അവൻ അവിടെ നിന്ന് ഭീരുവിനെ പോലെ ഓടി 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 അവസാനം അവന് മനസ്സിലായി ശ്രീരാമ പാദത്തിൽ വന്ന് ശരണം പ്രാപിച്ചാൽ രക്ഷപ്പെടാം.
അങ്ങനെ അവൻ വന്ന് രക്ഷപ്പെടുന്നു. ശ്രീരാമസ്വാമി അവരെ മുക്തമാക്കുന്നു. അങ്ങനെ ശ്രീരാമസ്വാമി സുബാഹുവിനെ കൊന്നും മാരീചനെ അഭയം കൊടുത്തും രക്ഷിക്കുന്ന ഒരു കഥ ഇവിടെ കാണാം. ഈ കഥകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ സുബാഹു എന്ന് പറഞ്ഞാൽ മാരീചൻ എന്ന് പറയുമ്പോൾ രണ്ടും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം. ഒരാളെ വധിക്കണു, മറ്റൊരാളെ അഭയം കൊടുക്കണു. ആത്മീയത എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ ചിലയിടത്തൊക്കെ നമ്മൾ ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സുബാഹുമാരെ വധിക്കേണ്ടത്. സുബാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹുക്കൾ കരുത്തുള്ളവൻ എന്നർത്ഥം. സുബാഹു ശക്തമായ ബാഹുക്കൾ ഉള്ളവൻ. മാരീചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരീചൻ എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ്, കണ്ണുനീരെന്നാണ്, കരയുന്ന ഒരു അവസ്ഥ. എവിടെ മറ്റൊരാളുടെ ദയനീയതയുണ്ടോ അവിടെ നമുക്ക് അഭയം കൊടുക്കാനും സഹായം ചെയ്യാനും, എവിടെ ഉരുക്കുമുഷ്ടി കാണിക്കുന്നുണ്ടോ അവിടെയൊക്കെ ശക്തമായി പോരാടാനും സാധിക്കുമെന്നുള്ളതാണ്. നോക്കൂ, ഇതൊക്കെ നമ്മൾ നോക്കുമ്പോഴല്ലോ ഇന്നത്തെ ഒരു സന്ദേശം, ലോകത്തിനുള്ള സന്ദേശം, ഇതൊക്കെ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ സാധിക്കുന്നുള്ളത് ശ്രീരാമസ്വാമി കാണിച്ചു തരികയാണ്. ഇപ്പൊ നമുക്ക് കാണാം, ഈ ഭാരതത്തിൽ ഹിന്ദു സംസ്കാരം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള സംസ്കാരങ്ങളെയൊക്കെ ഉണ്ടല്ലോ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല സംസ്കാരം ഇന്ന് ഹിന്ദു സംസ്കാരമാണ്. കാരണം ഇത്ര ഫ്രീഡം മറ്റുള്ളവർക്ക് കിട്ടിയിട്ടില്ല. സ്ത്രീകൾക്ക് ഇത്ര ഫ്രീഡം മറ്റുള്ളവർക്ക് കിട്ടിയിട്ടില്ല, ഉണ്ടോ? അതുപോലെ തന്നെ റിലീജിയന്റെ ഇൻഫ്ലുവൻസ് മറ്റുള്ളവരെ പോലെ നമുക്കില്ല. ഒരു ക്രിസ്ത്യനായി ജനിച്ചാൽ പള്ളിയിൽ പോകണം, വേണോ? കമ്പൽസറിയാണ്. ഒരു മുസ്ലിമായി ജനിച്ചാൽ അവർക്ക് ഒരുപാട് ഒബ്ജക്ഷൻസ് ഉണ്ട് കാര്യങ്ങളിലൊക്കെ. എന്തെങ്കിലും എതിരായി പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ധൈര്യങ്ങളിലെ ശക്തിയില്ല, ഉണ്ടോ? അപ്പൊ എത്രയോ ഫ്രീഡം തന്നിരിക്കുന്ന നമുക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് വേണ്ടത്ര മനസ്സിലാക്കിക്കും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മഹത്വം എന്താണിത്, എവിടെ നിന്നാണിത് വന്നിരിക്കുന്നത്, എന്തിനാണ് ഇതൊക്കെ തന്നിരിക്കുന്നത്, മനുഷ്യ മനസ്സിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ശക്തികൾ എന്തൊക്കെയാണ്, പൊട്ടൻഷ്യാലിറ്റി എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പക്ഷേ നമുക്ക് ഈ ഭാരതത്തിലുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാലോ മറ്റ് മതസംസ്കാരങ്ങൾക്ക് നമ്മളെ ഒന്നും വേണ്ട വിധത്തിലൊന്നും തളർത്താനോ തകർക്കാനോ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു ഈ ടെററിസം ഒക്കെ ഇന്ത്യയിൽ വരുന്നതിന് കാരണം, അതുപോലെ ഈ നിങ്ങൾക്ക് ഈ ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കൺവേർഷൻ തുടങ്ങിയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം, അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഹിന്ദുക്കളെ കുറിച്ചുള്ള നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഒരുപക്ഷെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നല്ലൊരു അവയർനെസ് ഉണ്ടെങ്കിൽ, നമുക്ക് അത്രയും ബോധ്യമുണ്ടെങ്കിൽ എതിർക്കേണ്ടതിനെ എതിർക്കാനും സഹായിക്കേണ്ടതിനെ സഹായിക്കാനും. പലരും പറയുന്നതുണ്ടല്ലോ ഹിന്ദു സംസ്കാരം നമ്മൾ ഓവറായിട്ട് നമ്മൾ എല്ലാം സഹിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നമുള്ളത് എന്നാണ്. ഹിന്ദുക്കൾക്ക് സഹനശക്തി കൂടുതലാണ്. ഭഗവാൻ പറയുന്ന സഹനശക്തി എന്നൊക്കെ പറയുന്നത് തോന്നിവാസം സഹിക്കുക എന്നല്ല, വേണ്ടാത്തതിനെ എതിർക്കാനും നമുക്ക് സാധിക്കണം. അപ്പം എതിർത്തുകൊണ്ട് വേണ്ടാത്തതിനെ നമ്മളെ കേടുവരുത്തുന്നതിന് സ്വഭാവമാരെ എതിർക്കന്നെ വേണം. മാരീചന്മാരെ നമ്മൾ സഹായിക്കന്നെ വേണം, അവരെ അഭയം കൊടുക്കന്നെ വേണം. രണ്ടും രാക്ഷസന്മാരാണ്. ഒരാളുടെ ആറ്റിറ്റ്യൂഡ് എതിർക്കുക എന്ന് വന്നപ്പോൾ അയാളെ എതിർത്തു, മറ്റാളുടെ ആറ്റിറ്റ്യൂഡ് അഭയം പ്രാപിക്കുക എന്ന് വന്നപ്പോൾ അഭയം കൊടുക്കാനുള്ള മനസ്സ്. നോക്കൂ, ഇതൊക്കെ ഒരു വിശാലത നമ്മുടെ പൂർവികന്മാര് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഏതിനെ എതിർക്കണം, ഏതിനെ സഹായിക്കണം, ഈ കാഴ്ചപ്പാട് ശ്രീരാമസ്വാമിക്ക് കാണിച്ചു കൊടുക്കുകയാണ് വിശ്വാമിത്ര മഹർഷി. അതുകൊണ്ട് എന്തുണ്ട്, ശ്രീരാമസ്വാമിയുടെ ജീവിതത്തിൽ അത് പ്രയോജനം ചെയ്തു എന്നുള്ളതാണ്. ഇതൊക്കെ പറയുമ്പോഴല്ലോ അദ്ദേഹത്തിന്റെ പിന്നീടുള്ള കഥകളിലേക്ക് നോക്കും നിങ്ങൾ. ശ്രീരാമസ്വാമിക്ക് കൈകേയി ദേവി കാട് വിധിക്കുമ്പോഴും ആ കൈകേയിയെ എതിർക്കുന്നില്ല, ഉണ്ടോ? കൈകേയി ഉൾക്കൊള്ളാൻ ശ്രീരാമസ്വാമിക്ക് സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രാവണന്റെ സഹോദരനായ വിഭീഷണന് അഭയം കൊടുക്കാൻ ശ്രീരാമസ്വാമിക്ക് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും എതിർക്കില്ലേ? തൻ്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയ ആളുകളെ മുഴുവൻ എതിർക്കണ്ടല്ലേ? അപ്പൊ ഓരോരുത്തരുടെയും സംസ്കാരം നോക്കി ഗുണം നോക്കിക്കൊണ്ട് വേണം അവരെ സ്വീകരിക്കണമോ എതിർക്കണമോ എന്നൊക്കെ നിശ്ചയിക്കാൻ. അതൊക്കെ നമ്മൾ ഇന്നൊക്കെ പറയുമ്പോണ്ടല്ലോ നമ്മുടെ വീടുകളിലേക്ക് നോക്കിയാലും കാണാൻ സാധിക്കും. അപ്പൊ ചില കുട്ടികളിലൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ നമ്മൾ സ്ട്രിക്ട്നെസ് കൂടുതൽ കാണിക്കേണ്ടി വരും. ചിലവർക്ക് നമ്മൾ കൂടുതൽ കുറച്ചൊരു അയഞ്ഞു കൊടുക്കേണ്ടി വരും, ലൂസാക്കി കൊടുക്കേണ്ടി വരും. അവരുടെ സംസ്കാരത്തിനനുസരിച്ച് നമ്മൾ പെരുമാറിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ സ്ട്രിക്റ്റ് ആവേണ്ടടുത്ത് സ്ട്രിക്റ്റ് ആയിട്ടില്ലെങ്കിൽ അവന്റെ സംസ്കാരം നന്നാവുന്നതിന് പകരം ചീത്തയാവും. അതുപോലെ കുറച്ചൊരു അയഞ്ഞു കൊടുക്കാത്തിടത്തോളം കാലം നല്ല സംസ്കാരം ഒരു പക്ഷേ നമ്മുടെ സ്വഭാവം കൊണ്ട് ചീത്തയാവാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഒരു വിവേകം എന്ന് പറയുന്നത്. എവിടെ എന്ത് കാണിക്കണം എന്നൊക്കെ ഉള്ളത് നല്ലവണ്ണം രാമായണത്തിലെ ഓരോ കഥകളിലൂടെയും
ആഴത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് എന്നെ സംബന്ധിച്ചതൊന്നും ഒരു കഥയല്ല, ഞാൻ ഇതല്ല കാണുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ചില പ്രിൻസിപ്പിൾസ്, ഇതിൻ്റെയൊക്കെ പിന്നിൽ ചില മാനേജ്മെന്റ്, അങ്ങനെയൊക്കെ എടുക്കുമ്പോണ്ടല്ലോ സുബാഹുവും മരീചനും ഒക്കെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ പല രൂപങ്ങളിലായി പല തലങ്ങളിലായി നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. എവിടെ ഏത് കാണിക്കണം, ഏത് ആറ്റിറ്റ്യൂഡ് കാണിക്കണമെന്ന് അതിൻ്റെ ഒരു വിവേകം നമുക്കുണ്ടാവണമെങ്കിൽ കുറച്ചൊക്കെ ഒരു ആത്മീയമായ ചിന്തയിലൂടെ ജീവിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ ഇതൊക്കെ? അതൊക്കെ ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വെറുതെ രാമായണം വായിച്ചുകൊണ്ട് തത്തമ്മയെ പൂച്ച പൂച്ച എന്നൊന്നും പറഞ്ഞതുകൊണ്ട് രാമായണത്തിലൂടെ രാമൻ വന്ന് അനുഗ്രഹിക്കും, രാമൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഫൂളിഷ്നെസ് ഒന്നും കരുതരുത്. അങ്ങനെ വിഡ്ഢിത്തങ്ങളുള്ള ഭക്തിയിലേക്ക് തീരരുത്. ഭട്ടതിരിപ്പാടിന്റെ നാരായണീയം വായിച്ചുകൊണ്ട് കാലിന്റെ വാതരോഗം മാറുമെന്ന് പറഞ്ഞ് വിഡ്ഢിത്തം പറഞ്ഞിരിക്കരുത്. അങ്ങനെ വാതരോഗം ആർക്കും മാറിയിട്ടില്ല. വാതരോഗം മാറേണ്ടത് ശരീരത്തിൽ നിന്നല്ല, വാതരോഗം മാറേണ്ടത് മനസ്സിൽ നിന്നാണ്. അതാണ് വലിയ വാതരോഗം. മനസ്സിലായില്ലേ? മനസ്സിനെ മാറ്റാനാണ് ശാസ്ത്രങ്ങൾ, ഏതിനെ മാറ്റാനല്ല, ശരീരത്തിനെ മാറ്റാനല്ല. ഫൂളിഷ്നെസ് അങ്ങനെയാണ് പലരും. ഈ ജ്യോതിഷം ഉണ്ടല്ലോ, അതാണ് കുറെ വഴിതെറ്റിച്ചിരിക്കുന്നത് നിങ്ങളെ പലരെയും. കാരണം അവരാണ് ഈ ദൈവം നിങ്ങളെ ശരിയാക്കുമെന്ന് പറയുന്നത്. ദൈവം നമ്മളെ ശരിയാക്കാനല്ല ഇരിക്കുന്നത്. നമ്മളെ ശരിയാക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? നാട്ടുകാർക്കോ? നിങ്ങൾ നേരെയാക്കിയില്ലേ നാട്ടുകാർ നേരെയാക്കും. നമ്മളെ നേരെയാക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അത് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ എത്ര ഒരു ക്ലാരിറ്റി ഉണ്ട്. ഏതായാലും അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ യാഗമൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ശ്രീരാമസ്വാമിയോട് എന്താണ് പറയാണ്, ഇനിയാണ് നല്ല രസം, തിരിച്ചു പോവല്ലേ കൊട്ടാരത്തിലേക്ക്, പണിയൊക്കെ കഴിഞ്ഞു, യാഗം കഴിഞ്ഞു. പറഞ്ഞു, അല്ല ശ്രീരാമ, ഒരു ജനക മഹാരാജാവ് എന്നിട്ടൊരു പാർട്ടിയുണ്ട്, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ നല്ലൊരു വില്ലുണ്ട്, ആ വില്ല് നമുക്കൊന്ന് പോയി കണ്ടാലെന്താ? ഇവിടെ മുതലുണ്ടല്ലോ വിശ്വാമിത്ര മഹർഷി റോള് മാറ്റി, ഇതേ ഒരു ബ്രോക്കറുടെ പണിയെടുക്കുക. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ആദ്യത്തെ കല്യാണ ബ്രോക്കർ വിശ്വാമിത്ര മഹർഷിയായിരുന്നു. പക്ഷെ പറയുന്ന രീതി കല്യാണത്തിനാണെന്ന് പറഞ്ഞില്ല. കല്യാണത്തിനാണെന്ന് പറഞ്ഞാൽ രാത്രിക്ക് രാത്രി രാമൻ പോകും. കാരണം അച്ഛനോട് പോലും പറയാതെ കൊണ്ടുപോകണതേ, അച്ഛൻ അറിയില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ ദൈവങ്ങളുടെ ഒക്കെ കല്യാണം ഉണ്ടല്ലോ, ശ്രീരാമസ്വാമിയുടെ കല്യാണം എടുത്ത് നോക്കിയാലും ശ്രീകൃഷ്ണ ഭഗവാന്റെ കല്യാണം എടുത്ത് നോക്കിയാലും ഒന്നും അച്ഛന്മാരോട് പറയാതെയാണ്. ശ്രീരാമസ്വാമി ദശരഥൻ അറിയാതെയാണ് കല്യാണം കഴിക്കുന്നത്, അല്ലേ? വില്ല് പൊട്ടിച്ചപ്പോ പെണ്ണ് കെട്ടി ശ്രീരാമസ്വാമിയുടെ കാര്യത്തില്. കൃഷ്ണനാണെങ്കിൽ ആരും അറിയാതെ കട്ടുകൊണ്ടുവന്നു രുക്മിണിയെ. അറിയുന്നത് ബലരാമസ്വാമി മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഒരുവിധം കല്യാണങ്ങളൊക്കെ അങ്ങനെയാണ്. പാവം വസുദേവരും അറിഞ്ഞില്ലേ, ദേവകി ദേവി വരുമ്പോഴാണ് അറിയേണ്ടത് ആരാ കൃഷ്ണാണ്, പറഞ്ഞത് എന്റെ ഭാര്യയാണെന്ന്. അങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാര്യം. ഇനി ശ്രീരാമസ്വാമി അതന്നെയാണ് ഉണ്ടായത്. അപ്പോ ഇവരോട് എന്നിട്ടാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ മകളുടെ കല്യാണം, എൻ്റെ മകന്റെ കല്യാണം എന്നൊക്കെ. അപ്പൊ ശ്രീരാമസ്വാമി അവിടുന്ന് പറയണ്ടാവില്ലേ, ഞങ്ങളോ മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല, വിട്ടുകൊടുക്കും അവർക്ക്, അവരെന്നെ ചെയ്യട്ടെ. ഇത് പറയുമ്പോണ്ടല്ലോ അവർക്ക് അവരുടെ സ്വന്തം അനുഭവമാണ് അവർ പറയുന്നത്. അവരൊന്നും അച്ഛനോടും അമ്മയോടും കൺസൾട്ട് ചെയ്തിട്ടില്ല. പിന്നെ എന്തൊരു പ്രത്യേകത ഉണ്ട്, ജാതകം എന്നൊരു ജന്തു ഉണ്ടല്ലോ എല്ലാവരെയും കുരുക്കാൻ പറ്റിയൊരു സാധനം ജ്യോത്സ്യന്മാരെ കഴുത്തിൽ വെച്ച് തന്നിട്ടുണ്ടല്ലോ. ഇത് ഒത്തുചേരൂല്ല ഒരു കാലത്തും. ഒത്തുചേർന്നാൽ അവര് ചേരില്ല, അവര് ചേർന്നാൽ ഇത് ചേരില്ല. അവസാനം പറയും ഇനി എന്തായാലും കുഴപ്പമില്ല, ഇതില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇതൊത്തുകൊണ്ട് ജീവിതം നടക്കില്ല എന്ന് ഉറപ്പാണ്. ഇങ്ങനെയൊക്കെ നമ്മളുണ്ടല്ലോ ഒരു സാധനം ഉണ്ടാക്കി വെച്ച് ആളുകൾ അങ്ങനെ കുരുങ്ങിയിരിക്കുകയാണ്. വാസ്തവം ഞാൻ പറയുകയാണേ, ഈ സാധനമൊക്കെ വെച്ച് നിങ്ങൾ നടന്നാൽ നിങ്ങളുടെ ജീവിതം തകർക്കാൻ വേറെ എവിടെയും പോകണ്ട. ജാതകമല്ല നിങ്ങളുടെ വിധി നിശ്ചയിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ വിധി നിശ്ചയിക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന മനോഭാവമാണ്. അത് ഏത് മനോഭാവത്തിൽ ജീവിക്കണമെന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം നക്ഷത്രങ്ങളല്ല നിശ്ചയിക്കേണ്ടത്. ആര് നിശ്ചയിക്കണം? ഉദ്ധരേത് ആത്മനാത്മാനം. അവനവനെ ഉയർത്തേണ്ടത് നക്ഷത്രങ്ങളല്ല, അവനവനെ ഉയർത്തേണ്ടത്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ ജന്തുക്കൾ മനസ്സിലാക്കാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികൾ നമ്മളെ വിളിക്കുന്ന പേരുണ്ടല്ലോ, ഹിന്ദു എന്നല്ല വിളിക്കുക, ജന്തുനാം. നല്ല പേരാണത്. നമ്മളെ ഹിന്ദു എന്ന് വിളിക്കുന്നതിനേക്കാളും നല്ലത് ജന്തുക്കളാണ്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുത്താലുണ്ടല്ലോ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. നമ്മുടെ ജീവിതത്തിന് ഉന്നതി നിശ്ചയിക്കുന്നത്, തിന്മയും നിശ്ചയിക്കുന്നതൊക്കെ